ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ദിലീപ് കുറ്റവിമോചിതനായതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനിയൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാനിന്ന് അവിചാരിതമായിട്ട് ഒരു ABC ടോക്സിൽ ഒരു ചർച്ച കണ്ടു. അതിലൊരു പ്രശസ്തനായ വക്കീലിൻ്റെ ഒരു പോയിൻ്റ് എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തു. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നു, ഇനി ഭാവന ഇതിന് മുകളിലേക്ക് എത്ര കോടതിയിൽ പോയാലും ദിലീപിന് കുറ്റം ചുമത്താൻ പറ്റില്ല. കാരണം ദിലീപ് ഇത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു മോട്ടീവ് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ദിലീപിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും ഏതൊരു സാധാരണക്കാരനും അറിയും. എന്നിട്ടും കോടതിക്കും വക്കീലന്മാർക്കും ഭാവനേര കേസ് വാദിച്ച വക്കീലിനും മീഡിയയ്ക്കും FIR ഇട്ട പോലീസിനും എന്തുകൊണ്ടത് മനസ്സിലായില്ല എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ മിസ്റ്റേക്കല്ല, നിങ്ങൾക്ക് ബുദ്ധി കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്. അരിയാകാരം കഴിക്കുന്നത് ഞങ്ങൾക്കെല്ലാം മോട്ടീവ് അറിയാം. കാരണം ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും ഡിവോഴ്സിന് കാരണക്കാരി ഭാവനയാണ്. ദിലീപിൻ്റെയും കാവ്യയുടെയും ഒളിച്ചുകളികൾ യഥാസമയം കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഭാവന മഞ്ജു വാര്യരെ അറിയിച്ചു കൊണ്ടിരുന്നു. അത് അവരുടെ ഡിവോഴ്സിലേക്ക് കലാശിച്ചു. അപ്പോൾ എൻ്റെ ജീവിതം നശിച്ചവർക്ക് ഇനിയൊരു നല്ല ജീവിതം വേണ്ട, അവളുടെ ജീവിതവും അതുപോലെ ഞാൻ നശിപ്പിക്കും എന്ന് ഉള്ള മനസ്സിലുള്ള ദിലീപിൻ്റെ വാശി, അത് തന്നെയാണ് ദിലീപിൻ്റെ മോട്ടീവ്. ഇതെല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ദിലീപിൻ്റെ മോട്ടീവ് ഇതാണെന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഈ സംഭവം നടന്നിട്ട് ആദ്യത്തെ ദിവസം സിനിമാ താരങ്ങളെല്ലാം കൂടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അതിൽ മഞ്ജു വാര്യരും ദിലീപും പ്രസംഗിച്ചു. ആ പ്രസംഗിക്കാൻ നിൽക്കുന്ന ദിലീപിൻ്റെ ഒരു അംഗവിക്ഷേപം, ഭാവചലനം, ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സാധാരണക്കാരായി എനിക്ക് തന്നെ മനസ്സിലായി, ഒരു കള്ളൻ നിന്ന് പരുങ്ങുന്ന പോലെയായിരുന്നു ദിലീപിൻ്റെ സംസാരം. അത് കഴിഞ്ഞ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായിട്ട് പുറത്ത് വന്ന ആദ്യം ദിലീപ് പ്രതികരിച്ചത് തൻ്റെ എക്സ് വൈഫായ മഞ്ജു വാര്യരെ കുറിച്ചാണ്. കാരണം എന്നെ ഈ കേസിൽ ഇത്രയധികം 8 വർഷം വേട്ടയാടാനുള്ള മെയിൻ കാരണക്കാരി ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവനയാണ് എന്നെ ഇത്രയധികം കോടതി കയറ്റി ഇറക്കിയത് എന്ന് ദിലീപ് പരസ്യമായി പറഞ്ഞു. അപ്പോൾ അത് അണപൊട്ടി ദിലീപിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. ആ ഒറ്റ വാക്കിൽ നിന്നറിയാം ദിലീപിൻ്റെ മോട്ടീവ് ഞാൻ ഈ ആദ്യം പറഞ്ഞ സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ ഒരിക്കലും മഞ്ജു വാര്യർ ഒരു വിഷയമായി വരില്ല. ആ വൈരാഗ്യം തന്നെയാണ് മഞ്ജു വാര്യർ എനിക്കെതിരായി പ്രയോഗിച്ചത്. ഞാൻ ചെയ്തത് മഞ്ജുവിന് കൃത്യമായി തിരിച്ചറിയാം. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് മഞ്ജു എന്നെ കുറ്റക്കാരനായി കണ്ടത്, മാധ്യമങ്ങളോട് എനിക്ക് എതിരായി പറഞ്ഞതുമെന്ന്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിലധികം ബുദ്ധി എന്തെങ്കിലും വേണോ സാറേ? നിങ്ങളൊക്കെ കുറച്ച് കൂടുതൽ പഠിച്ചു, നിങ്ങൾ മണ്ടത്തരങ്ങൾ പറയുന്നു, പ്രവർത്തിക്കുന്നു. ജഡ്ജിന് കിട്ടേണ്ട തെളിവുകൾ തന്നെയാണ്. ആ തെളിവ് കൊടുക്കേണ്ടത് സാധാരണക്കാരായ ചാനലിൽ നിന്ന് കമൻ്റ് ഇടുന്ന ഞങ്ങളല്ലല്ലോ, നിങ്ങളെപ്പോലെ പഠിച്ച വക്കീലന്മാരല്ലേ. അവർ കൊടുക്കാത്തതിന് ഞങ്ങളുടെ അല്പബുദ്ധികളുടെ അമിതമായ ആത്മവിശ്വാസം എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കണ്ട. ബുദ്ധിജീവികളായ നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവും നിങ്ങളുടെ കഴിവുകേടുമാണ് നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കേസ് അതിജീവിതയ്ക്ക് നീതി കിട്ടാതെ കേസ് പരാജയപ്പെട്ടുവെങ്കിൽ ബുദ്ധിജീവികളെന്ന് സ്വയം നടിക്കുന്ന വക്കീലന്മാരുടെ അറിവുകേടും ബുദ്ധിയില്ലായ്മയും അല്പബുദ്ധിത്തരവുമാണ്. സാധാരണക്കാരായ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്. എന്തായാലും ഞങ്ങൾ വാദിച്ചുവെങ്കിൽ ഒരിക്കലും ആ കേസ് ഇങ്ങനെ വരില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്തായാലും ഞങ്ങൾ വക്കീലല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വാദിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന സാധാരണക്കാരുടെ അല്പബുദ്ധികളാണ്, അജ്ഞാനികളാണ്. അജ്ഞാനികളുടെ അമിതമായ ആത്മവിശ്വാസം കൊണ്ടാണ് ഭാവനയ്ക്ക് അനുകൂലമായി കമൻ്റ് ഇടുന്നത്, ദിലീപിനെതിരായി കമൻ്റ് ഇടുന്നതെന്ന് പറഞ്ഞ താങ്കളോട് ഒരു ചോദ്യം. ഇത്രയും ബുദ്ധിയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതെല്ലാം ദിലീപ് കുറ്റക്കാരനാണെന്നും ഭാവന ഇരയാണെന്നും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവർക്ക് നീതി കിട്ടിയില്ല? അത് നിങ്ങളെപ്പോലുള്ള ബുദ്ധി കൂടിയവരുടെ കഴിവുകേട് കൊണ്ടാണ്. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾക്ക് തന്നെയാണ് ആ പൊൻതൂവലും ചാർത്താൻ അവകാശം. ഞങ്ങൾക്ക് ഇനി മേളിലോട്ടുള്ള കോടതി പോയാൽ കിട്ടുമോ ഇല്ലയോ, നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരും കാലം തെളിയിക്കേണ്ടതാണ്. ഇതെന്തായാലും കാലം തെളിയിക്കേണ്ടതും കാലം കരുതി വെച്ചതായ ഒരു സംഭവമാണ്. ഇത് വെറുതെ നടന്നതല്ല. ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയും ഉള്ള ഒരു വിഷയം തന്നെയാണിത്. അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലെ 2 പ്രശസ്തയായ പെൺകുട്ടികളുടെ ജീവിതം ഒരു കാപാലിക നശിപ്പിക്കാനുള്ള ഒന്നല്ല, ഒരുപാട് സിനിമാ ഫീൽഡിലുള്ള പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനാണ്. അപ്പോൾ ദൈവത്തിന് ദിലീപിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു വ്യക്തമായ മോട്ടീവുണ്ട്. ആ മോട്ടീവ് നമുക്ക് കണ്ടു തന്നെ അറിയാം. അല്ല ഇനി ഏത് കോടതിയിലും പോയാൽ ജയിക്കില്ല എന്നാണെങ്കിൽ ദിലീപിനൊരു മകളുണ്ടല്ലോ. കേരളത്തിൽ 5 പയ്യന്മാർ വിചാരിച്ചാൽ മീനാക്ഷിയെ റേപ്പ് ചെയ്തിട്ട് മോട്ടീവില്ല, തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അതും ഇതുപോലെ ഒരു ഭാവന കേസാക്കി മാറ്റാനും ഇവിടെ ആർക്കും കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല സാറേ. ദിലീപിന് 1 അല്ല 2 പെൺമക്കളുണ്ട്. ഇനി വരും കാലം എന്താണ് അവർക്കും കരുതി വെച്ചിരിക്കുന്നതെന്ന് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ സന്തോഷിക്കേണ്ട, കൂടുതൽ ലഡുവും വിതരണം ചെയ്യേണ്ട, നിങ്ങളുടെ ഷുഗറും കൂട്ടണ്ട. ദൈവം കരുതി വെച്ചിരിക്കുന്നത് വാങ്ങാൻ ദിലീപിന് കൂട്ടുനിന്ന എല്ലാവരും തയ്യാറായിരിക്കുക എന്ന് മാത്രമേ
പറയാനുള്ളൂ. കാണാൻ പോകുന്ന പൂരം എന്തിനാണ് പറഞ്ഞറിയിക്കുന്നത്, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.